പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയം, രാജയോഗത്തിലേക്ക് കടക്കുന്ന സമയം. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്നത് അതുതന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് കടക്കുന്ന സമയം. 2024 ഫെബ്രുവരി 1 മുതൽ വരുന്ന ഒരു വർഷക്കാലം ഇവർക്ക് വളരെയേറെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. മനസ്സിൽ നടക്കാതെ പോയിട്ടുള്ള, ഉദ്ദേശിച്ചിട്ട കാര്യങ്ങളൊക്കെ നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ മാറി ഇനി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ബുധദശയിൽ ആരംഭിക്കുന്ന ദശാകാലം കേതു, ശുക്രൻ, രവി, ചന്ദ്രൻ, കുജൻ, രാഹു, ഗുരു എന്നിങ്ങനെ കടന്നു പോകുന്നു. തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പല കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടും ഈ നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും ഒന്ന് പൊട്ടിക്കരയുവാൻ തോന്നിയിട്ടുണ്ട്. അത്രയേറെ പ്രശ്നങ്ങളായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടോ തൃക്കേട്ട നക്ഷത്ര ജാതകരെ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് തളർച്ച അനുഭവപ്പെട്ട എന്തെങ്കിലും കാര്യം ഈ അടുത്ത സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രശ്നത്തിൽ കിടന്ന് കുഴങ്ങുന്ന ഒരു സമയമാണ് നിങ്ങളുടേത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മാറും. അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക തൃക്കേട്ട നക്ഷത്ര ജാതകർ. എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിനു ശേഷമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ തൃക്കേട്ട നക്ഷത്ര ജാതകർ. ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും. ഇവരുടെ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ഭാവിയിലുണ്ടാകുന്ന ഏതു പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടാകുന്നു. ഈശ്വരാധീനം കൊണ്ടുണ്ടാകുന്നതാണ്. ഇവരിൽ അധികവും കൃഷ്ണഭക്തരുണ്ട്. അധികവും കൃഷ്ണഭക്തരാണ്. കൃഷ്ണ ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വിജയത്തിന് കാരണമാകുന്നു. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ രാജയോഗം തുടങ്ങുന്ന സമയമാണ് ഇപ്പോൾ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വരുന്ന വിഷുവും ഏറ്റവും അധികം ഗുണം ചെയ്യും. 2024 ഏപ്രിൽ മാസത്തിലെ വിഷു ഫലത്തിലും ഇവർക്ക് വലിയ ഗുണമാണ് ഉള്ളത്. ഇവർ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളിലും ചെന്നു ചാടുകയും അതിലൊക്കെ ഇവർ വിജയിക്കുകയും ചെയ്യും. അതായത് ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കൊതിക്കുന്ന ഇവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരും. ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയും ഇവരിൽ കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയും കാണുന്നു. പഠിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവം ഉണ്ടാകും. വിദേശ പഠനത്തിന് അവസരം ലഭിക്കും. മൊത്തത്തിൽ തൃക്കേട്ട നാളുകാർക്ക് ഈ വരുന്ന വർഷം 2024 വളരെയേറെ അനുകൂലം നിറഞ്ഞതാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിൽപ്പെട്ട ചിലർക്കെല്ലാം ചില ദോഷങ്ങൾ സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട്. തൃക്കേട്ടയുടെ 1-ാം പാദത്തിൽ ജനനമുണ്ടായാൽ ജ്യേഷ്ഠനും, 2-ാം പാദത്തിൽ ജനനമുണ്ടായാൽ അനുജനും, 3-ാമത്തെ പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, 4-ാമത്തെ പാദത്തിൽ ജനിച്ചാൽ തനിക്കു തന്നെയും ആപത്തുണ്ടാകുമെന്ന് അഭിപ്രായം. തൃക്കേട്ട നാളിനെ 10 ഭാഗിക്കുക. അതിൽ ഓരോ ഭാഗത്തെയും ജനിച്ചാൽ യഥാക്രമം മാതാവിൻ്റെ മാതാവ്, മാതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ സഹോദരി, മാതാവ്, താൻ, തൻ്റെ വംശം, മാതാപിതാക്കളുടെ ഇരുവരുടെയും വംശം, ഭാവി തലമുറ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പിതാവ്, കുടുംബം മുഴുവൻ എന്നിവർക്ക് ദോഷമുണ്ടാകുമെന്നാണ് മറ്റൊരഭിപ്രായം. ദോഷങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരാൻ ജനന സമയത്തെ ഗ്രഹനില കൂടി പരിഗണിക്കേണ്ടതാണ്. എന്നിരുന്നാലും തൃക്കേട്ട ഭാഗ്യമാണ്. ഒത്തിരി സൗഭാഗ്യമാണ്. രാജയോഗമുള്ള നാളാണ്. എല്ലാ അഭിവൃദ്ധിയും വന്നു ചേരേണ്ട നാളാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ആരോടും എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ്. ദുരഭിമാനികളും പക്ഷിമൃഗാദികളോട് കരുണയുള്ളവരും
ഭോഗസുഖങ്ങളിൽ തൽപരരും ആയിരിക്കും. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവരുടെ പ്രവർത്തനത്തിൽ യാതൊരു കാലതാമസവും ഉണ്ടാകുകയില്ല. കഠിനാധ്വാനികളും ചിലപ്പോൾ പരുഷമായി സംസാരിക്കുന്നവരുമായിരിക്കും. വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തും. എന്തിലും എടുത്തുചാടി പ്രവർത്തിക്കുന്നവരും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരും മൂക്കിൻ്റെ തുമ്പിൽ കോപമുള്ളവരുമായി കണ്ടുവരുന്നു. മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ടിരിക്കാനുള്ള കഴിവ് ഇക്കൂട്ടർക്ക് കുറവാണ്. ഒന്നും മനസ്സിൽ വെച്ചിരിക്കില്ല, എല്ലാം എല്ലാവരോടും തുറന്നു തന്നെ പറയും. അങ്ങനെ തുറന്നു പറയുന്നത് തന്നെ ഇവരുടെ സമാധാനം കെടുത്തുന്നതാണ്. സഹനശക്തി തീരെ കാണാറില്ല. തൃക്കേട്ട നക്ഷത്ര ജാതകർ നല്ല ആരോഗ്യവും മനോഹരമായ മുഖഭാവവും എന്തെങ്കിലും പ്രത്യേകതയുള്ള ദന്തങ്ങളോടുകൂടിയുള്ളവരുമായിരിക്കും. ആരെയും വേദനിപ്പിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടാകുകയില്ല. നല്ല ആശയങ്ങളുള്ളവരായിരിക്കും. ഒരുപാട് സൗഭാഗ്യങ്ങളുള്ളവരായിരിക്കും. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിവുള്ളവർ തന്നെയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി രാജയോഗമാണ്, സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. അങ്ങനെ രാജാതി യോഗത്തിൽ കഴിയട്ടെ. ഒരുപാട് നേട്ടങ്ങളുണ്ടാകട്ടെ. കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരട്ടെ. നല്ല ഒരു ഫ്യൂച്ചർ ഇവർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തൃക്കേട്ട നക്ഷത്ര ജാതകർ കമൻറ്റ് ബോക്സിൽ അവരുടെ പേരും ജന്മനക്ഷത്രവും എഴുതുക. പ്രത്യേകിച്ച് എന്തെങ്കിലും കുറിക്കാനുണ്ടെങ്കിൽ അതും കുറിക്കുക. പൂജാവേളയിൽ നിങ്ങളെ ചേർക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരുന്നതാണ്. നന്ദി.